ബോസിന്റെ പ്രമോയിൽ കാണിച്ച കാര്യം ഇതാ ലൈവിൽ നടന്നിരിക്കുന്നു. ഷിയാസ് കരീം വന്ന് അനുമോളോട് ചോദിച്ചു, നിന്റെ പ്ലാച്ചി എവിടെ, ഒന്ന് ഇങ്ങ് എടുക്കെന്ന്. ഷിയാസിനോടുള്ള അടുപ്പവും ഷിയാസിന് മുൻപരിചയമുള്ളതുകൊണ്ട് അനുമോൾ യാതൊരു മടിയും കൂടാതെ ഷിയാസിന്റെ കയ്യിലേക്ക് പ്ലാച്ചിയെ എടുത്തു കൊടുത്തു. ഇത് കിട്ടിയ ഉടനെ തന്നെ ഷിയാസ് കരീം പുറത്തോട്ട് നടന്നു നീങ്ങി. എന്നാൽ അനുമോളും ഷിയാസിന്റെ പിന്നാലെ നടന്നു. ഷിയാസ് ഡോർ തുറന്ന് പുറത്തോട്ടേക്ക് ഇറങ്ങി. എന്നിട്ട് ഗാർഡൻ ഏരിയയിൽ നിന്നുകൊണ്ട് അത് പുറത്തോട്ട് വലിച്ചെറിഞ്ഞു. അത് വലിച്ചെറിയുമെന്ന് അനുമോൾ ഒട്ടും വിചാരിച്ചു കാണില്ല. അക്ബറും ഉണ്ടായിരുന്നു ഷിയാസിന്റെ കൂടെ. ഷിയാസിന്റെ കയ്യിൽ പ്ലാച്ചിയെ കണ്ടപ്പോൾ ചോദിച്ചു, ഇത് വലിച്ചെറിയാനാണോ? അങ്ങനെയാണെങ്കിൽ അത് ഉറപ്പുവരുത്തണം പുറത്ത് എത്തി എന്ന്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു അക്ബർ ഷിയാസിന്റെ കൂടെ കൂടിയത്. എന്നാൽ അത് ഷിയാസിന്റെ ഒരു അൺഎക്സ്പെക്റ്റഡ് മൂവ് തന്നെയായിരുന്നു. ഇത് കണ്ടതും ആകെ തരുത്ത് നിൽക്കുകയായിരുന്നു അനുമോൾ. പിന്നീട് അങ്ങോട്ട് അനുമോൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരയുകയായിരുന്നു. നമ്മളൊരു കൊച്ചുകുട്ടിയുടെ കയ്യിൽ നിന്ന് ടോയ്സ് തട്ടിപ്പറിച്ചാൽ എങ്ങനെയാണ് ആ കുട്ടി റിയാക്ട് ചെയ്യുക? അതുപോലെയായിരുന്നു അനുമോൾ കാണിച്ചിരുന്നത്. എനിക്കത് വേണം, എനിക്കത് കിട്ടിയേ പറ്റൂ എന്നുള്ള വാശിയിൽ പൊട്ടി കരയുകയായിരുന്നു. പിന്നീട് അനുമോൾ ടാസ്കിലാണെന്ന കാര്യം പോലും മറന്ന് ബാത്റൂം ഏരിയയിലേക്ക് ഓടി. അവിടെ നിന്ന് വീണ്ടും വിങ്ങിപ്പൊട്ടിക്കരഞ്ഞു. ശോഭ വിശ്വനാഥനും കൂടെ പോയി. ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നുകൊണ്ട് ശോഭ അനുമോളോട് പറഞ്ഞു, ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ പോകും, എല്ലാം താൽക്കാലികമാണ്. അതുകൊണ്ട് തന്നെ നീ ഇങ്ങോട്ട് വന്നത് ഗെയിം കളിക്കുവാനാണ്. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലാതെ വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട എന്ന്. ഷിയാസിന് തന്റെ പ്രവൃത്തി കൊണ്ട് അനുമോൾ കരഞ്ഞത് ഒട്ടും സഹിക്കാനായില്ല. ഷിയാസ് പറഞ്ഞു, പുറത്ത് എത്തിക്കഴിഞ്ഞാൽ ഞാൻ നിനക്ക് അത് തിരിച്ചു തരാം, നീ അതുകൊണ്ട് വിഷമിക്കണ്ട എന്ന് പറഞ്ഞു സമാധാനിപ്പിച്ചു. പിന്നീട് മറ്റുള്ള ഹൗസ്മേറ്റ്സിനോട് വിഷമം പറഞ്ഞ് അനുമോൾ കുറച്ചുനേരം ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നു. അനുമോൾ പറഞ്ഞു, ബിഗ് ബോസിന് ഞാൻ ആ പാവയും വെച്ച് കളിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ അത് എന്നോട് സ്റ്റോർ റൂമിലൊന്ന് കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞാൽ പോരായിരുന്നില്ലേ? എന്തിനാണ് ഇതുപോലെ ഒരു പ്രവൃത്തി ചെയ്യിപ്പിച്ചത്? അല്ലെങ്കിൽ ഷിയാസ്കാക്ക് അത് വാങ്ങി മാറ്റിവെച്ചാൽ മതിയായിരുന്നു, പുറത്തു പോകുമ്പോൾ കൊണ്ടുപോയാൽ മതിയായിരുന്നു. എന്തിനാണ് അതിനെ എടുത്ത് എറിഞ്ഞത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് വീണ്ടും വിങ്ങിപ്പൊട്ടി. ബിബി കാണുന്ന പല ആളുകൾക്കും പ്ലാച്ചിയെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഒന്ന് തന്നെയാണ്. എന്നാൽ അനുമോളുടെയും പ്ലാച്ചിയുടെയും കളി കാണുമ്പോൾ ആരെങ്കിലുമൊക്കെ ഉള്ളിൽ പറഞ്ഞു കാണും, ആ പ്ലാച്ചിയെ ഒന്ന് എടുത്ത് പുറത്തിട്ടാൽ മതിയായിരുന്നു എന്ന്. അതിതാ സംഭവിച്ചിരിക്കുന്നു. ഇത് സ്ക്രിപ്റ്റഡ് ആണോ അല്ലയോ എന്നൊന്നും അറിയില്ല, എങ്കിലും അത് വളരെ നന്നായിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. അവിടെ മറ്റുള്ള ഹൗസ്മേറ്റ്സിനും പ്രിയപ്പെട്ടതായിട്ടുള്ള പല കാര്യങ്ങളും അവർ വീട്ടിൽ വെച്ച് കൊണ്ടുവന്നപ്പോൾ അനുമോൾക്ക് മാത്രമായിരുന്നു ആ ഒരു പ്രിവിലേജ് ഉണ്ടായിരുന്നത്. ആദിലക്കും നൂറയ്ക്കും അതുപോലെ ഒരു ടോയ് ഉണ്ടെങ്കിലും അവർ അതും വെച്ച് ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷിയാസിന്റെ ഈ ഒരു പ്രവൃത്തിയിൽ ഞാൻ ഹാപ്പിയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കൂടുതൽ BB അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.